നമസ്കാരം. ക്രൈസ്തവ കോൺഗ്രസിനെ വെച്ചുള്ള കത്തോലിക്ക മെത്രാന്മാരുടെ ഉമ്മാക്കികളി. ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പ്രസക്തി വീണ്ടും ഉറപ്പിക്കാനാണോ കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്നത്? ഈ ചോദ്യം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സ്വയം ചോദിക്കേണ്ടതാണ്. കാരണം ഒരു വിശ്വാസി സമൂഹത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ഇവരെ പോലുള്ള പാതിരിമാർക്ക് എന്തവകാശം? പാതിരിമാർ വിശ്വാസികളെ പഠിപ്പിച്ചു വെക്കുന്നത് സർക്കാർ അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ക്രിസ്ത്യാനികൾ നിർബന്ധിതരാകുന്നുവെന്നും നമ്മുടെ അടിസ്ഥാന ആശങ്കകൾ അവഗണിക്കുവാൻ കഴിയുമെന്ന് അധികാരികൾ വിശ്വസിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് അവർ മനസ്സിലാക്കണമെന്നും സർക്കാർ നിഷ്ക്രിയമായിരിക്കുമ്പോൾ സംസ്ഥാന കേന്ദ്ര അധികാരികൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന കളിയിൽ ഏർപ്പെട്ടിരിക്കെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുവെന്നും കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മാത്രം 11 പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചുവെന്നും എന്നിട്ടും അധികാരത്തിലിരിക്കുന്നവർക്ക് മനുഷ്യജീവനുകൾക്ക് ഒരു വിലയുമില്ല എന്നും അങ്ങനെ പരാതിപ്പെടാൻ പ്രേരണ നൽകുന്ന രീതിയിലാണ് പിതാക്കന്മാർ ഇവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യം തുടർന്നാൽ തെരുവിലിറങ്ങുകയല്ലാതെ നമുക്ക് മറ്റു മാർഗമില്ല എന്നുകൂടി പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഈ പിതാക്കന്മാരായിട്ടുള്ള പാതിരിമാർ. കുട്ടനാട്ടിലെ കർഷകരുടെ സമരങ്ങൾ, എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനത്തിലെ സ്തംഭനാവസ്ഥ, കേരളത്തിലെ ക്രിസ്ത്യാനികൾ നേരിടുന്ന വെല്ലുവിളികൾ പഠിക്കാൻ നിയമിച്ച JB കോശി കമ്മീഷന്റെ ശുപാർശകൾ, ഇതൊക്കെ നടപ്പാക്കുന്നതിലെ കാലതാമസം തുടങ്ങിയ പല പ്രധാന വിഷയങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണല്ലോ ഈ കോൺഗ്രസ് നടന്നത്. ഇനി എന്തിനാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ്. കാരണം ഈ കുഞ്ഞാടുകൾക്കൊന്നും തന്നെ അറിയില്ലല്ലോ. സഭാപിതാക്കന്മാർക്കും മെത്രാന്മാർക്കും അരമന വാഴുന്ന തമ്പ്രാന്മാർക്കും മാത്രമേ ആ രഹസ്യം അറിയാവൂ എന്ന്. ഇവിടെ നടന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ അന്താരാഷ്ട്ര സമ്മേളനം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊരു മുന്നറിയിപ്പായി മാറുകയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഐക്യത്തെയും സഭാ നേതൃത്വത്തിന്റെ പ്രസക്തിയെയും ഓർമ്മിപ്പിക്കുകയും ചെയ്തുവെന്നാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറയുന്നത്. സഭാ നേതൃത്വത്തോടുള്ള സമൂഹത്തിന്റെ പിന്തുണയുടെ തെളിവായി അദ്ദേഹം വലിയ സമ്മേളനത്തെ ചൂണ്ടിക്കാട്ടുകയാണ്. സഭയുടെ രാഷ്ട്രീയം അതിജീവനത്തിന്റെ രാഷ്ട്രീയമാണെന്ന് പറയണോ, അതോ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണെന്ന് പറയണോ? ക്രിസ്ത്യൻ സമൂഹത്തെ മൊത്തത്തിൽ അവഗണിക്കുന്ന സർക്കാരിന് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സമ്മേളനം നടത്തി പറയുന്നത് ക്രൈസ്തവ സഭയുടെ സമ്മർദ്ദതന്ത്രമാണ്. അല്ലെങ്കിൽ ലോഹയിട്ട് പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് നേരായ മാർഗവും ദൈവവഴിയും ഉപദേശിക്കേണ്ടവർ ലോഹരാഷ്ട്രീയം നടത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് സമ്മർദ്ദമുണ്ടാക്കി തൻ കാര്യം നേടിയെടുക്കുവാനുള്ള അടവ് നയമാണിത്. മുൻകാലങ്ങളിൽ മധ്യ തിരുവിതാംകൂറിലെ കർഷകരോടുള്ള പ്രണയം മൂത്ത് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, കേരള കോൺഗ്രസ്. ഇപ്പോഴും അതൊക്കെ തന്നെ പറഞ്ഞ് പല കഷ്ണങ്ങളായിട്ടുണ്ട് താനും. പക്ഷെ പണ്ടേ പോലെ ഒന്നും അങ്ങോട്ട് ഫലിക്കുന്നില്ല. അന്നൊരു നല്ല കുഞ്ഞാട് ഇവർക്കുണ്ടായിരുന്നു. പലവട്ടം മന്ത്രിയും MLA ഒക്കെ ആയിരുന്ന മൺമറഞ്ഞു പോയ KM മാണി. സ്വാർത്ഥ താല്പര്യത്തിനായി ഒരു പാർട്ടിയെയും ആ പാർട്ടി ഒപ്പം കൂടുന്ന മുന്നണിയെയും തൻ കാര്യത്തിനായി ഉപയോഗിച്ചിരുന്ന ഈ സഭാ നേതൃത്വങ്ങൾ, അന്ന് കേരള കോൺഗ്രസും മാണിയുമൊക്കെ ഇവരുടെ, അതായത് ഈ സഭയുടെ താളത്തിനൊത്ത് തുള്ളുമായിരുന്നു. സഭയുടെ താല്പര്യം സംരക്ഷിച്ചില്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്കും മുന്നണിക്കുമെതിരെ സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുമായിരുന്നു. തിരഞ്ഞെടുപ്പിൽ മറ്റു മുന്നണികൾക്ക് പിന്തുണ നൽകുമെന്ന ഭീഷണി നടത്തും. അങ്ങനെ കോൺഗ്രസും UDFും ഈ മൊണ്ണ പിതാക്കന്മാരുടെയും സഭയുടെയും വരുതിയിലാകും. ക്രൈസ്തവ സഭകൾക്കിപ്പോൾ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ കൊടുക്കാം, അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം. ഇതാണ് കത്തോലിക്ക കോൺഗ്രസിലൂടെ ഈ മൊണ്ണപ്പാതിരികൾ സ്വപ്നം കാണുന്നത്. രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇവന്മാർ ഉണ്ടാക്കില്ല. പകരം ഓരോ പാർട്ടിയോടും ഇതേ സമ്മർദ്ദതന്ത്രം ഇവർ പ്രയോഗിക്കും, എന്നിട്ട് നേട്ടമുണ്ടാക്കും. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ചതിയിൽ വേഗം വീഴുന്നത് പക്ഷെ കോൺഗ്രസ് ആണ് താനും. ഇപ്പോൾ കണ്ടില്ലേ അവരുടെ സമ്മർദ്ദതന്ത്രം ഫലം കണ്ടത്? KPCC പ്രസിഡന്റ് തിരഞ്ഞെടുത്തത് സഭയുടെ സ്വന്തം സണ്ണിച്ചുട്ടനെ. അത് നമ്മൾ കണ്ടതാണല്ലോ. ഇതിലൊക്കെ കോൺഗ്രസും ഹൈക്കമാൻഡും ഒക്കെ വീണുപോകും. ഇനി അവർക്ക് ആവശ്യം മിനിമം ഒരു മുഖ്യമന്ത്രി കൂടി വേണമെന്നുള്ളതാണ്.
അതുകൂടി കിട്ടിയാൽ അടുത്ത പണി തുടങ്ങും. അതുവരെ അവർ ഈ സമ്മർദ്ദം കോൺഗ്രസിനോട് നടത്തും. തങ്ങൾ അവഗണിക്കുവാൻ കഴിയാത്ത ശക്തികളെന്ന് തെളിയിക്കാനാണ് ഇതുപോലെ സമ്മേളനങ്ങൾ നടത്തി രാഷ്ട്രീയ പാർട്ടിക്കാരെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവർക്കൊരു നിലപാടുണ്ടോ? അവരുടെ കാര്യം നടത്താൻ അവർ ആരുമായിട്ടും ചങ്ങാത്തം കൂടും. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട് മാത്രമാണുള്ളത്. ഏറ്റവും വലിയ ഓഫർ നൽകുന്ന രാഷ്ട്രീയക്കാരൻ്റെ, അതായത് അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ ആരുമായിക്കോട്ടെ, അവരുമായി കൂട്ടുകൂടി വോട്ട് നൽകാമെന്ന് പറഞ്ഞ് നിലപാട് പറയുന്നു. അതിനുശേഷം അധികാരത്തിലില്ലെങ്കിൽ ആ പാർട്ടി വിട്ട് അടുത്ത പാർട്ടിയിൽ എത്തുന്നതിന് നിമിഷ നേരം മതി ഈ മരമൊണ്ണകൾക്ക്. എന്തിനാണ് ഇങ്ങനെ ഭരിക്കുന്ന പാർട്ടിക്ക് പുറകെ സഭ പോകുന്നത്? കുമിഞ്ഞുകൂടുന്ന പണം, കണക്കില്ലാത്ത സ്വത്തുവകകൾ, കോടികളുടെ വരുമാന സ്രോതസ്സുകളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെ തിണ്ണ നിരങ്ങും ഈ പാതിരിമാരും ലോഹയിട്ട ഗുണ്ടകളെ തോൽപ്പിക്കുന്ന സ്വഭാവമുള്ള മൊണ്ണകളും. അതുപോലെ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത കോൺഗ്രസ് ഇവരുടെ താളത്തിന് തുള്ളും. CPM-ഉം അതേ നിലപാട് തന്നെ പള്ളിയുടെയും പട്ടക്കാരുടെയും കൂടെ ചേർന്ന് അവരോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. ആദ്യകാലങ്ങളിൽ BJP ഒരു അകലം പാലിച്ചിരുന്നു. ഇപ്പോൾ അവരാണ് ഏറ്റവും ആദ്യം അരമനയിലും മെത്രാന്മാരുടെ സങ്കേതങ്ങളിലും രാവ് പകൽ വ്യത്യാസമില്ലാതെ ചെല്ലുകയും അവരുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ പാർട്ടിയുടെ കൂടെ കൂട്ടുകൂടി അവരെയൊക്കെ ചൊൽപ്പടിയിൽ നിർത്താൻ ശ്രമിക്കുന്ന പ്രഷർ ഗ്രൂപ്പായി ക്രൈസ്തവ സഭകളെ മാറ്റുകയാണ് പാംപ്ലാനിയെ പോലുള്ള മുതുമൊണ്ണകൾ. ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ ബഹുഗേമമാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഗാന്ധിജിയെ തള്ളിപ്പറയുകയും കോൺഗ്രസിനെ ഒറ്റുകൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അന്ന് ആ പാർട്ടിയെ തള്ളിപ്പറഞ്ഞവർ സ്വാതന്ത്ര്യത്തിന് ശേഷമോ കോൺഗ്രസിൻ്റെ ഒപ്പം നടന്നു. അവരുടെ കാല് പിടിച്ച് കാര്യങ്ങൾ നേടിയെടുത്തു. അതിനുശേഷം അവരെ ഭരിക്കാൻ തുടങ്ങി, സമ്മർദ്ദം തുടങ്ങി. ഇനി നമുക്ക് മറ്റൊരു കാര്യം, ഇനി വിമോചന സമരം നടന്ന കാലഘട്ടത്തിൽ CPM-നെ എതിർത്ത് അവർക്കെതിരെ ഇടയലേഖനം ഇറക്കുകയും നിശ്ചിതമായിട്ട് വിമർശിക്കുകയും ചെയ്തവരാണവർ. എന്നാൽ ഇപ്പോഴോ അവരുടെ മെത്രാനായി പിണറായി മാറണമെന്ന് പറഞ്ഞ് പാടിപ്പുകഴ്ത്തുന്നു അദ്ദേഹത്തെ, അവരോടൊപ്പം നിൽക്കുന്നു. അതാണ് കേരളത്തിലെ സ്ഥിതി. അതുപോലെ RSSനെയും സംഘപരിവാർ ശക്തികളെയും എതിർത്ത ക്രൈസ്തവ സഭ ഇപ്പോൾ അവർക്ക് കുഴലൂത്ത് നടത്തുന്നു. മോദിയെ പാടിപ്പുകഴ്ത്തുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു. BJPയും അവരുടെ താളത്തിന് തുള്ളുന്ന അവസ്ഥയിൽ കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവസരത്തിനൊത്ത് കളം മാറി ചവിട്ടുകയും അവസരവാദ രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ക്രൈസ്തവ സഭകൾ തരം താണു പോയിരിക്കുന്നു. ഇത്തരത്തിൽ ലോഹയിട്ട രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സമ്മർദ്ദ രാഷ്ട്രീയം കളിക്കുന്നു. ഈ വൃത്തികേടുകൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ഈ ക്രൈസ്തവർ സമസ്ത മേഖലകളിലും വലിയ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു വലിയ സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ പാതിരിമാരുടെ അറബ് സംഘം. വിദ്യാഭ്യാസ, സാമൂഹ്യ, മെഡിക്കൽ, സാംസ്കാരിക മേഖലകളിൽ തിളങ്ങിയിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ മുൻപ് ഈ കേരളത്തിലുണ്ടായിരുന്നു ക്രൈസ്തവ വിഭാഗത്തിൽ. പക്ഷേ ഇന്ന് അവരുടെ നിലവാരം തന്നെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിലനിൽപ്പിനായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വിശ്വാസി സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന പാതിരിമാർ നേതൃത്വം കൊടുക്കുന്ന ഈ ലോഹരാഷ്ട്രീയമുണ്ടല്ലോ, ആ ലോഹരാഷ്ട്രീയം ഇവിടെ വേണമോ എന്നിവിടത്തെ ദൈവത്തെ തിരിച്ചറിയുന്ന വിശ്വാസികൾ തീരുമാനിക്കട്ടെ. മൊണ്ണ വിശ്വാസികൾ അപ്പോഴും ഈ പാംപ്ലാനിയെ പോലുള്ളവരുടെ കാല് നക്കി നടന്നാൽ നിങ്ങളും നാളെ ഒന്നുമൊന്നുമാകാതെ മണ്ണോട് ചേരുകയുള്ളൂ. മൊണ്ണപ്പാതിരികൾ സുഖലോലുപന്മാരായി ജീവിതം ആഘോഷിച്ച് ജീവിക്കും. ഇവൻ്റെയൊക്കെ വാക്കു കേൾക്കുന്നവർ തെരുവിൽ വിശന്ന് പൊരിഞ്ഞു മരിക്കും. അല്ലാതെ ഒന്നും നേടാൻ ഇവന്മാർ സമ്മതിക്കില്ല. അവർ നിങ്ങൾക്കായല്ല, അവരുടെ ഉയർച്ചയ്ക്കായിട്ടാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത് പോലും. അത് മനസ്സിലാക്കുവാനുള്ള കെൽപ്പുണ്ടാവുക. ഇതെങ്കിലും തിരിച്ചറിയുക മൊണ്ണവിശ്വാസികളെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.